സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കും എന്ന വീഡിയോ പരമ്പരയുടെ മറ്റൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പരിശോധിക്കുന്ന വിഷയം ക്രിസ്ത്യൻ മിഷണറിമാർ മതം മാറ്റാൻ വന്നവരോ? മെയ്സുപൊടിയും ഗോതമ്പും കൊടുത്ത് ഇവിടുത്തെ പാവങ്ങളെ മതം മാറ്റാൻ അവർ പരിശ്രമിച്ചു. പ്രേക്ഷിത പ്രവർത്തനത്തിൻ്റെ മറവിൽ മതം മാറ്റം ഉണ്ടായിരുന്നെങ്കിൽ ഇന്ന് കേരളത്തിൽ ഈഴവരും ദളിതരും ഉണ്ടാകുമായിരുന്നോ? ക്രിസ്ത്യൻ മിഷണറിമാർ അതും ഇതുമൊക്കെ കൊടുത്ത് മതപരിവർത്തനം നടത്തി ദളിതരെ ചൂഷണം ചെയ്തു എന്ന് പറയുന്നവർ ഈ ചരിത്രവും കൂടി അറിയണം. 1936 തിരുവിതാംകൂറിൻ്റെ ദിവാനായിരുന്ന സർ CP അയ്യർ പൊതുവെ ക്രിസ്ത്യാനികൾക്കെതിരെ വളരെ കഠിനമായ നിലപാടുകളായിരുന്നു സ്വീകരിച്ചിരുന്നത്. അദ്ദേഹം ക്രിസ്തുമതത്തെ തേജോവധം ചെയ്യുക എന്നതിനു വേണ്ടി മാത്രം സർക്കാർ ചെലവിൽ ലോകമതങ്ങൾ എന്ന പേരിൽ ഒരു പുസ്തകം എഴുതി തയ്യാറാക്കി. ആ പുസ്തകത്തിൻ്റെ ഇതിവൃത്തം ശരിക്കും ക്രിസ്തു ഒരു കെട്ടുകഥയാണ് എന്ന് പ്രചരിപ്പിക്കുക എന്നതായിരുന്നു. എന്നിട്ട് അത് പാഠ്യപദ്ധതിയിൽ ഉൾപ്പെടുത്തി സ്കൂളിലൂടെ കുട്ടികളെ പഠിപ്പിക്കാനായി അദ്ദേഹം സ്വീകരിച്ചു. അന്നേ മതേതരത്വ നിലപാട് സ്വീകരിച്ചിരുന്ന കേരളത്തിലെ നല്ല മനുഷ്യർ അതിനെ എതിർത്ത് തോൽപ്പിക്കുകയാണ് ചെയ്തത്. അതും മാത്രമല്ല, ക്രിസ്തുമതം സ്വീകരിക്കുന്ന പിന്നോക്ക വിഭാഗങ്ങളിൽപ്പെടുന്ന ഹൈന്ദവരായിട്ടുള്ള ആളുകളുടെ ആനുകൂല്യങ്ങൾ അദ്ദേഹം റദ്ദു ചെയ്തു. അതേസമയം ഒരു ക്രിസ്ത്യാനി ഹിന്ദുവായാൽ ആനുകൂല്യങ്ങളെല്ലാം അദ്ദേഹം തിരികെ നൽകുകയും ചെയ്യുമായിരുന്നു. ക്രിസ്ത്യാനികളായ കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസത്തിന് പോലും തടസ്സങ്ങൾ സൃഷ്ടിക്കപ്പെട്ടു. അങ്ങനെ അദ്ദേഹത്തിന് ക്രിസ്തു മതത്തിൽ നിന്ന് അനേകരെ ഹിന്ദു മതത്തിലേക്ക് ചേർക്കാനായിട്ട് കഴിഞ്ഞു എന്നതൊരു സത്യമാണ്. പക്ഷേ അതുകൊണ്ടൊന്നും അവരുടെ സ്ഥിതി മാറിയില്ല. കാരണം ദളിതരും സാധാരണക്കാരുമായിട്ടുള്ള വ്യക്തികൾ ഈ ജാതി വ്യവസ്ഥയിലേക്ക് വീണ്ടും കൂപ്പുകുത്തി വീണു എന്നതാണ് ചരിത്രം നമ്മളോട് പറയുന്നത്. ഭരണത്തിൻ്റെ ആനുകൂല്യങ്ങളും അവകാശങ്ങളും ഒക്കെ ലഭ്യമായിരുന്നത് ഹൈന്ദവർക്ക് മാത്രമായിരുന്നു. ദളിതർക്കും മുസ്ലിങ്ങൾക്കും ക്രിസ്ത്യൻസിനും ഭരണത്തിൽ യാതൊരുവിധ പങ്കാളിത്തവും ലഭിച്ചിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഈ സർ CP പറഞ്ഞിരുന്ന ഒരു കാര്യം, തിരുവിതാംകൂർ തികച്ചും ഹൈന്ദവ രാജ്യമാണെന്നും അവിടെ ഭരണം നടത്തേണ്ടത് ഹിന്ദു മാത്രമാണെന്നും ശ്രീ പത്മനാഭന് സമർപ്പിക്കപ്പെട്ടതാണ് തിരുവിതാംകൂർ എന്നും അദ്ദേഹം പഠിപ്പിച്ചിരുന്നു. ക്രൈസ്തവരുടെ നേതൃത്വത്തിലോ ഉടമസ്ഥതയിലോ ഉള്ള സ്ഥാപനങ്ങളെ തകർക്കാൻ വേണ്ടി അദ്ദേഹം ചെയ്തൊരു കാര്യം, ക്രൈസ്തവരുടെ നേതൃത്വത്തിലുള്ള വിദ്യാലയങ്ങൾ മറ്റ് സ്ഥാപനങ്ങളൊക്കെ ദേശവത്കരിക്കാനായിട്ട് അദ്ദേഹം ശ്രമം തുടങ്ങി. എന്നാൽ കടുത്ത എതിർപ്പ് മൂലം പിന്നീട് ആ നിയമം പാസ്സാക്കാതിരിക്കുകയാണ് അദ്ദേഹം ചെയ്തത്. ക്രൈസ്തവ വിശ്വാസത്തെ അധിക്ഷേപിക്കുന്ന ലഘുലേഖകളും പ്രസിദ്ധീകരണങ്ങളും അദ്ദേഹം വഴി പ്രചരിപ്പിക്കപ്പെട്ടു. അങ്ങനെ ഇതര മതങ്ങൾക്കിടയിൽ തിരുവിതാംകൂറിൽ ക്രിസ്ത്യാനികളെ ഒറ്റപ്പെടുത്താനായി അദ്ദേഹം പരിശ്രമിച്ചുവെങ്കിലും ക്രിസ്ത്യാനികൾ കൂട്ടത്തോടെ അതിനെ അതിജീവിച്ചു എന്നതും ഒരു ചരിത്ര സത്യമാണ്. കേരളത്തിൽ ജാതി വ്യവസ്ഥ കൊടുമ്പിരി കൊണ്ടിരുന്ന 1930 കാലഘട്ടത്തിൽ ഹൈക്കോടതിയിലെ വക്കീലായിരുന്ന C. മാധവൻ പിള്ള ഒരു പുസ്തകം എഴുതി. ഈ പുസ്തകം ചില കാര്യങ്ങൾ നമ്മളോടും സംസാരിക്കുന്നുണ്ട്. ഈ പുസ്തകത്തിൽ C. മാധവൻ പിള്ള നമ്മളോട് പറയുന്ന ഒന്നാമത്തെ കാര്യം, ക്രിസ്ത്യൻ മിഷണറിമാർ നമുക്ക് നൽകിയ പാശ്ചാത്യ വിദ്യാഭ്യാസം നമുക്ക് ലഭിച്ചതുകൊണ്ടാണ് നമുക്ക് സ്വതന്ത്രമായി ചിന്തിക്കാൻ കഴിയുന്നത്. ഹിന്ദു വ്യവസ്ഥകൾക്കനുസരിച്ച് ഉത്കൃഷ്ട ജാതിക്കാരന് മാത്രം സ്വായത്തമാക്കാൻ പറ്റുന്നതായിരുന്നു വിദ്യാധനം. എന്നാൽ നമ്മുടെ മിഷണറിമാരുടെ പ്രവർത്തനത്തിലൂടെ താഴ്ന്ന ജാതിക്കാരനും മേൽജാതിക്കാരനും വിദ്യ ഒന്നിച്ച് അഭ്യസിക്കാൻ കഴിഞ്ഞു. ആദ്യകാലത്ത് അധകൃത ബാലന്മാർക്ക് വിദ്യ അഭ്യസിക്കാനായി വിദേശ മിഷണറിമാർ അവരുടെ സ്വന്തം കയ്യിൽ നിന്ന് പണം മുടക്കുക പോലും ചെയ്തിട്ടുണ്ട്. 1800 കാലഘട്ടങ്ങളിൽ ഒരു മഹാവിശുദ്ധനായിട്ടുള്ളൊരു മനുഷ്യനുണ്ടായിരുന്നു, വിശുദ്ധ ചാവറ കുര്യാക്കോസ് ഏലിയാസ് അച്ചൻ. ചാവറ കുര്യാക്കോസ് ഏലിയാസ് അച്ചൻ വരാപ്പുഴ അതിരൂപതയുടെ വികാരി ജനറലായിരുന്ന കാലഘട്ടത്തിൽ
അദ്ദേഹം പള്ളിക്കാരോട് പറഞ്ഞു, പള്ളിയിലെ പൊൻകുരിശ് വിറ്റിട്ടാണെങ്കിലും ഒരു പള്ളിക്കൂടം തുടങ്ങണം. അവിടെ ആ സമൂഹത്തിലെ പാവപ്പെട്ട മനുഷ്യരൊക്കെ വന്ന് ഒരുമിച്ചിരുന്ന് പഠിക്കട്ടെ. ഈ താഴ്ന്നവനും ഉയർന്നവനും എന്നൊന്നില്ലാതിരിക്കാൻ എല്ലാ പിള്ളേരും ഒരുമിച്ച് ഒരേ ഡ്രസ്സിൽ സ്കൂളിൽ വരട്ടെ എന്നുള്ള ആശയമായിരുന്നു യൂണിഫോം എന്ന ആശയത്തിന് പിന്നിൽ. ഒരേ പാത്രത്തിലുണ്ടാക്കുന്ന ഭക്ഷണം എല്ലാവരും ഒന്നിച്ച് ഭക്ഷിക്കട്ടെ, എല്ലാവരും ഒന്നാണ് എന്ന ചിന്തയായിരുന്നു ഉച്ചക്കഞ്ഞി എന്ന ആശയം കേരളത്തിൽ ആദ്യമായി അദ്ദേഹം തുടങ്ങുന്നതിന് പിന്നിൽ. ഇന്ന് കാണുന്ന ഇന്ത്യ അല്ല അന്നത്തെ. ഇംഗ്ലണ്ട്, ഫ്രാൻസ്, അമേരിക്ക, ബെൽജിയം തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്ന് മിഷണറിമാർ ലക്ഷക്കണക്കിന് രൂപ ഇന്ത്യയിലെ സാധാരണക്കാർക്ക് വിദ്യാഭ്യാസം നൽകാനായി ചെലവഴിച്ചിട്ടുണ്ട്. ഒരു സ്കോട്ടിഷ് മിഷണറിയായ ഡോക്ടർ മില്ലർ മദ്രാസ് എന്ന് പറയുന്ന ആ സ്ഥലത്തെ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കാനായി ഏതാണ്ട് 50 ലക്ഷത്തോളം രൂപ അവിടെ വിദ്യാഭ്യാസത്തിനായി ചെലവഴിച്ചിട്ടുണ്ട്. ഇതുപോലെ മിഷണറിമാർ നിസ്വാർത്ഥമായി എത്രയോ 50 ലക്ഷങ്ങൾ ഇവിടുത്തെ പാവപ്പെട്ട ആളുകളുടെ പുനരുദ്ധാരണത്തിനായി ചെലവഴിച്ചിട്ടുണ്ട് എന്ന സത്യം നമ്മൾ അറിയണം. നമ്മൾ ഈ മിഷണറിമാരുടെ സംഭാവനയെക്കുറിച്ച് ചിന്തിക്കുമ്പം അവർ സ്ഥാപിച്ച അനാഥാലയങ്ങൾ, അവർ സ്ഥാപിച്ച സ്കൂളുകൾ, കോളേജുകൾ, ഓർഫനേജുകൾ, ഇതേക്കുറിച്ചൊക്കെ നമ്മൾ ചിന്തിക്കും. പക്ഷേ നമുക്ക് വേണ്ടി അവരെ തന്നെ തന്ന് അവരുടെ ദേശവും അവരുടെ ഭാഷയും അവരുടെ സംസ്കാരവും ഒക്കെ വിട്ട് അവരിവിടെ വന്ന് അവരുടെ കഴിവിനെ എത്രയോ നമ്മളാക്കാൻ വേണ്ടി അവരില്ലാതായി തീർന്നിട്ടുണ്ട്. 1949 ഒരു സിസ്റ്റേഴ്സിൻ്റെ സമൂഹം തന്നെ കേരളത്തിലുണ്ടായിട്ടുണ്ട്. ഗ്രീൻ ഗാർഡൻ സിസ്റ്റേഴ്സ്. അവർ കേരളത്തിലെ തെരുവുകളിൽ കുഷ്ഠരോഗികൾ പെരുകിയപ്പോൾ അവർക്ക് വേണ്ടി ജീവിക്കാൻ തീരുമാനമെടുത്ത ഒരു കൂട്ടം സ്ത്രീകളുടെ സമൂഹമാണ് ഗ്രീൻ ഗാർഡൻ സിസ്റ്റേഴ്സ്. നമുക്ക് വേണ്ടി നമ്മുടെ ഇടയിൽ വേദന അനുഭവിക്കുന്നവർ, നമ്മുടെ ഇടയിൽ സങ്കടപ്പെടുന്നവർ, നമ്മുടെ ഇടയിൽ കഷ്ടപ്പെടുന്നവരെ ചേർത്ത് പിടിക്കാൻ വേണ്ടി മാത്രം എത്രയോ ജീവിതങ്ങൾ മിഷണറിമാരുടെ ഇടയിലുണ്ടായിരുന്നു. നമ്മളെല്ലാം പറയുന്നൊരു കാര്യം, മിഷണറിമാർ മതം മാറ്റി എന്നാണ്. പക്ഷേ യഥാർത്ഥത്തിൽ ക്രിസ്തീയ മിഷണറിമാർ മതം മാറ്റുകയല്ല ചെയ്തത്. അവർ മനുഷ്യനെ മാറ്റി, മനസ്സ് മാറ്റി എന്നതാണ് സത്യം. ജാതി വ്യവസ്ഥയാൽ ഇടുങ്ങിപ്പോയ മനുഷ്യ മനസാക്ഷിയുടെ വേലി പൊളിച്ച് അല്പം കൂടി വിശാലമാക്കുന്നതിൽ അവർ വിജയിച്ചു എന്നതാണ് സത്യം.